ലൈംഗികാധിക്ഷേപ കേസിൽ ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷയിൽ വിധി അല്പസമയത്തിനകം ഉണ്ടാകും. കോടതി ഇപ്പോൾ ഒരു വീഡിയോ ദൃശ്യം പ്രതിഭാഗം ഹാജരാക്കിയത് പരിശോധിക്കുകയാണ്. അശ്വിൻ പാലാഴി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അശ്വിൻ, ആദ്യഘട്ടത്തിൽ തന്നെ പ്രതിഭാഗം ഈ വീഡിയോ സൂചിപ്പിച്ചതാണ്. അപ്പോൾ പ്രോസിക്യൂഷൻ അതിനെ എതിർത്തു. കോടതിയും ആദ്യം പറഞ്ഞത് ഈ ഘട്ടത്തിൽ വീഡിയോ പരിശോധിക്കേണ്ടതില്ല എന്നതാണ്, അതിനുള്ള സമയമില്ല എന്ന് ജഡ്ജി പറയുകയും ചെയ്തതാണ്. പിന്നീട് എങ്ങനെയാണ് ഈ വീഡിയോ പരിശോധിക്കുന്ന ഒരു നിലപാടിലേക്ക് കോടതി എത്തിയത്? ഒപ്പം ഈ ദൃശ്യങ്ങൾ അത് ഈ അനുവാദമില്ലാതെ കടന്നു പിടിച്ചു എന്ന പ്രോസിക്യൂഷന്റെ പോലീസിന്റെ വാദത്തെ മറികടക്കാനാണോ ഈ വീഡിയോ പ്രതിഭാഗം എത്തിക്കുന്നത്? തീർച്ചയായും ഗൂഗിൾ അങ്ങനെ ഒരു ആരോപണമുള്ളപ്പോൾ അതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് കാണുക എന്നുള്ളത് കോടതിയെ സംബന്ധിച്ച് പ്രധാനമാണ്. അതുകൊണ്ട് തന്നെയാണ് വീഡിയോ പരിശോധിച്ച ശേഷം വിധിയിലേക്ക് കിടക്കാമെന്നൊരു നിലപാടിലേക്ക് കോടതി പോയത്. എന്തായാലും ഇപ്പോൾ ഉച്ചയൂണിന് വേണ്ടി പിരിഞ്ഞിരിക്കുകയാണ്. അതിനുശേഷം 2:45 കോടതി വീണ്ടും ചേരും. അതിനുശേഷമായിരിക്കും ഈ കേസുമായി ബന്ധപ്പെട്ട വീഡിയോ പൂർണ്ണമായും പരിശോധിക്കുന്നതും ഒപ്പം വിധിയിലേക്ക് കടക്കുന്നതും. എന്തായാലും ഈ പ്രതിഭാഗത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ പ്രതിഭാഗത്തിന്റെ കണക്കുകൂട്ടലിൽ തെറ്റിച്ച ചില ഇടപെടലുകൾ കൂടി പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് കോടതിയിൽ ഉണ്ടായി എന്ന് വേണം പറയാൻ. കാരണം ഇത് ഒരു ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മാത്രം ഇതുമായി ബന്ധപ്പെട്ട ആരോപണത്തിന്റെ പരിധിയിൽ വരുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ കോടതിയിൽ ഉണ്ടാവൂ എന്നുള്ളൊക്കെയുള്ള ഒരു കാര്യത്തിനെ ഊന്നിയാണ് ഈ ഉദ്ഘാടന ചടങ്ങിനെ കുറിച്ച് മാത്രം പ്രതിഭാഗം വാദിച്ചതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോടതിയിൽ നിരത്തിയതും. പക്ഷേ പ്രോസിക്യൂഷനെ സംബന്ധിച്ച് അതിന് മുൻപ് അതിനുശേഷവും ഒക്കെയായി പല ഓൺലൈൻ ചാനലുകളിൽ നൽകിയ അഭിമുഖങ്ങൾ അത് കോടതിയിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ജാങ്കോ സ്പേസ് എന്ന ഓൺലൈൻ ചാനലിൽ ഒന്നിലധികം തവണ നടത്തിയ വിവാദ പരാമർശങ്ങൾ, അശ്ലീല ചുവയുള്ള പരാമർശങ്ങൾ, ദ്വയാർത്ഥങ്ങളോടുകൂടി വരുന്ന പരാമർശങ്ങളെല്ലാം കോടതിയിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതിന്റെ തെളിവുകളടക്കം ഹാജരാക്കാമെന്ന് പ്രോസിക്യൂഷൻ പറയുകയും ചെയ്തിട്ടുണ്ട്. അതെല്ലാം പരിശോധിച്ച ശേഷമായിരിക്കും ഒരു അന്തിമ വിധിയിലേക്ക് പോവുക. എന്തായാലും അത് ഒപ്പം ചില കാര്യങ്ങൾ കൂടി ജാമ്യം ലഭിച്ചേക്കാവുന്ന കുറ്റമാണ് നടന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുമുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ, അതായത് ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ ബി രാമൻപിള്ള കോടതിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. കോടതിയിൽ പ്രോസിക്യൂഷന്റെ വാദങ്ങൾക്ക് മറുവാദമായി പ്രതിഭാഗം നിരത്തിയ വാദങ്ങളെല്ലാം നമ്മൾ കേട്ടതാണ്. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് തിരികെ മടങ്ങിപ്പോവുകയാണ്. അദ്ദേഹത്തിന്റെ അസോസിയേറ്റ്സുമായി ബന്ധപ്പെട്ട ആളുകൾ കോടതിയിൽ തുടരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും നേരത്തെ നമ്മൾ കേട്ട ആ വാദങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ ഇത്തരത്തിൽ ഒരു റിമാൻഡിലേക്ക് അറസ്റ്റിലേക്ക് പോകേണ്ട കാര്യം പോലുമില്ല എന്ന് പ്രതിഭാഗം വാദിച്ചതാണ്. അതുമായി ബന്ധപ്പെട്ട് ഇനി എന്താണ് നടക്കാൻ പോകുന്നത്, കൂടുതൽ നടപടികൾ ഏത് തരത്തിൽ മുന്നോട്ട് പോകും എന്നടക്കമുള്ള കാര്യങ്ങൾ ശ്രദ്ധേയവുമാണ്. എന്തായാലും ഈ ദൃശ്യങ്ങൾ കാണുന്നത് ഈ ഘട്ടത്തിൽ പാടില്ല എന്ന് പ്രോസിക്യൂഷൻ വാദിച്ചതാണ്. എന്നാൽ അത് മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ കോടതി തന്നെ പറഞ്ഞത് ഈ ദൃശ്യങ്ങൾ കാണാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് പോയത്. എന്തായാലും അല്പം കോടതി വീണ്ടും ഉച്ചയൂണിന് ശേഷം ചേരുമ്പോൾ ആ ദൃശ്യങ്ങളിലേക്ക് പോകുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് വ്യക്തമാണ്. അത് കണ്ടാൽ ഒരുപക്ഷെ ഇതിൽ പ്രതിഭാഗം പറയുന്ന ചില ആരോപണങ്ങളുണ്ട്. അനുവാദമില്ലാതെ കയ്യിൽ കയറി പിടിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ അങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്ന് പ്രതിഭാഗം വാദിക്കുകയും ചെയ്തതാണ്. അതിന് തെളിവായി ദൃശ്യങ്ങൾ ഹാജരാക്കാം എന്നുള്ളതായിരുന്നു അവരുടെ വാദം. എന്തായാലും അത് നൽകി ആ ദൃശ്യങ്ങളാണ്, നിർണായകമായ ദൃശ്യങ്ങളാണ് ഈ ഉച്ചയൂണിന് ശേഷം കോടതി ചേരുമ്പോൾ അതിൽ പരിശോധിക്കാൻ പോകുന്നത്. എന്തായാലും ഇപ്പോൾ രാമൻപിള്ള മടങ്ങിപ്പോയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട ആളുകൾ ഈ കേസിൽ തുടർവാദങ്ങൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇതിന് ശേഷം നടക്കുന്ന കാര്യങ്ങളിലേക്ക് പ്രധാനമായ അല്ലെങ്കിൽ നിർണായകമായ കാര്യങ്ങൾ പറയും. ആ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ എന്തെങ്കിലും മോശമായ കാര്യം കാണാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു പ്രതിഭാഗത്തിന്റെ ചോദ്യം. പറ്റില്ല എന്ന് അവർ തന്നെ ആവർത്തിക്കുകയും ചെയ്തു. എന്തായാലും ഈ ഏറ്റവും പ്രധാനമായി നമ്മൾ ഇനി മനസ്സിലാക്കുന്നത് ചില ഓൺലൈൻ ചാനലുകളിൽ വന്ന വിവാദ പരാമർശങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ കോടതി കാണാൻ കൂട്ടാക്കുമോ എന്നുള്ളതാണ്. അപ്പം വീഡിയോ കാണുന്നതിൽ എതിർപ്പുണ്ടോ എന്ന് പ്രോസിക്യൂഷനോട് കോടതി ചോദിച്ചപ്പോഴാണ് അത് കാണേണ്ട, ഇപ്പോൾ നിലവിൽ അതിൽ എതിർപ്പുണ്ട്, അതിനാൽ ദൃശ്യം കാണേണ്ടതില്ല എന്നുള്ളത് പറയുന്നത്. അപ്പം പ്രതിഭാഗം വാദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇലക്ട്രോണിക് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇതുവരെ ഉള്ള കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയത്. ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകൾ എന്ന് പറയുന്നതും ഇലക്ട്രോണിക് തെളിവുകളാണ്. അതുകൊണ്ട് വീഡിയോ പരിശോധിക്കണം, വീഡിയോ കോടതിയിൽ കാണണം എന്നുള്ളതായിരുന്നു പ്രതിഭാഗത്തിന്റെ ആവശ്യം. അതുകൊണ്ട് തന്നെയാണ് കൂടുതലും ഡിജിറ്റൽ രംഗത്ത് അല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നടന്ന അധിക്ഷേപ പരാമർശങ്ങളായതുകൊണ്ട് തന്നെ ഇത് പരിശോധിക്കാം എന്നുള്ളൊരു നിലപാടിലേക്ക് കോടതി എത്തിയത്. ഏകദേശം 2:45 ഇത് തുടരുക. കോടതി വീണ്ടും ചേരുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ പരിശോധിക്കും, പിന്നീട് വിധിയിലേക്ക് കടക്കും. ആ വിധി പ്രസ്താവം എന്താണ് എന്നുള്ളതാണ് ആകാംക്ഷയോടെ കൂടി കാത്തിരിക്കുന്നത്. റിമാൻഡിലേക്ക് പോകുമോ അതോ ജാമ്യാപേക്ഷ പരിഗണിച്ച് ജാമ്യം നൽകുമോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് ശ്രദ്ധേയമായിരിക്കുന്നത്. എന്തായാലും അധികം വൈകാതെ തന്നെ അത് അറിയാനും സാധിക്കും. ഗൂഗിൾ വിഷ്ണു സുരേഷ് കൂടി തുടരുന്നുണ്ട്. അശ്വിൻ പാലാഴിയാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്. വിഷ്ണു, ഈ കേസുമായി ബന്ധപ്പെട്ട ഈ വാദങ്ങൾ നടക്കുമ്പോൾ
പ്രോസിക്യൂഷൻ ആവർത്തിച്ച് പറയാൻ ശ്രമിച്ചത് ഈ ഘട്ടത്തിൽ ഈ ജാമ്യം നൽകിയാൽ അത് ഇദ്ദേഹത്തിന്റെ സ്വാധീനം, സാമ്പത്തിക നില അല്ലെങ്കിൽ സാമ്പത്തിക ശേഷിയൊക്കെ വെച്ച് ഈ കേസിനെ സ്വാധീനിക്കാൻ ശ്രമിക്കും എന്നതാണ് ആവർത്തിച്ച് പറയാൻ ശ്രമിച്ചത്. അതിനപ്പുറത്തേക്ക് ഈ പരാതിയുടെ ഒരു മെറിറ്റിലേക്കൊക്കെ കടന്ന് ചെല്ലാൻ അല്ലെങ്കിൽ അത് മെറിറ്റിനെ പറ്റിയൊക്കെ ഒരു വാദത്തിന് പ്രതിഭാഗവും ശ്രമിക്കുന്നുണ്ടായിരുന്നല്ലോ. പ്രത്യേകിച്ച് ഈ പരാതി പറയാൻ 4 മാസത്തിന് ശേഷം ഇപ്പോൾ ഇങ്ങനെ ഒരു പരാതി പറയുന്നത് ഒരു സിനിമാ പ്രൊമോഷന് വേണ്ടിയാണ് എന്ന് പോലും പ്രതിഭാഗത്തിന്റെ അഭിഭാഷകൻ സൂചിപ്പിക്കുകയുണ്ടായല്ലോ. ഗോകുൽ, ഈ കേസിന്റെ മെറിറ്റിലേക്ക് കോടതി കടക്കുന്നില്ല എന്ന ആദ്യം തന്നെ നിലപാട് കോടതി എടുത്തിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അത്തരത്തിലൊരു വാദത്തിലേക്ക് പ്രതിഭാഗവും അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷനും പോകാതിരുന്നത്. പ്രാഥമിക അന്വേഷണത്തിലാണ് കേസുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം നൽകിയാൽ അത് കേസിന്റെ മുന്നോട്ടുള്ള പോക്കിനെ കാര്യമായി തന്നെ ബാധിക്കും. കാരണം ഉന്നത സ്വാധീനമുള്ള സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്ന ഒക്കെ ആളാണ്. അതോടൊപ്പം തന്നെ ഇയാൾ വിദേശത്തേക്ക് കടക്കാനോ അല്ലെങ്കിൽ ഒളിവിൽ പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് എന്ന് പ്രോസിക്യൂഷൻ പറയുന്നു. ഒപ്പം തെളിവ് നശിപ്പിക്കാനുള്ള സാധ്യതയും പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചു. ആ ഒരു പശ്ചാത്തലം കൂടി പരിഗണിച്ചുകൊണ്ട് ജാമ്യം നൽകരുത് എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷന്റെ ആവശ്യം. ഒപ്പം ഇത് ബോധപൂർവം ചെയ്തതാണ്. ഇത് ഒരു പ്രതിഭാഗം പറയുന്നത് പോലെ അങ്ങ് നിസ്സാരമായി ചെയ്ത് അല്ലെങ്കിൽ തള്ളിക്കളയാവുന്ന ഒന്നല്ല. ബോധപൂർവമായി കൃത്യമായി നിരന്തരം ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. അതിനെ അങ്ങനെ നിസ്സാരവൽക്കരിച്ച് കണ്ടാൽ അത് പൊതുസമൂഹത്തിന് നൽകുന്ന ഒരു സന്ദേശം വലിയ തെറ്റായി പോകും. ഒരു പക്ഷേ ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം നൽകുകയാണെങ്കിൽ സമാനമായ കുറ്റത്തിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് ഒരു ആത്മവിശ്വാസവും അവർക്കൊരു പ്രോത്സാഹനവും ഒക്കെ വരും. ബോബി ചെമ്മണ്ണൂരിന് ഈ കേസുമായി ബന്ധപ്പെട്ട് ജാമ്യം ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കും ഇത്തരത്തിൽ ഈ പരാമർശങ്ങളൊക്കെ തുടർന്നാലും കോടതിയിൽ നിന്ന് കാര്യമായ നടപടികളൊന്നും ഉണ്ടാവില്ല, ഒരു ജാമ്യം ലഭിക്കും എന്നൊരു ആത്മവിശ്വാസമൊക്കെ അല്ലെങ്കിൽ പ്രചോദനമൊക്കെ പ്രോത്സാഹനമൊക്കെ അത്തരക്കാർക്കുണ്ടാകും എന്ന് പ്രോസിക്യൂഷൻ പറയുന്നു. അതൊരു വളരെ പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് കൂടിയാണ്. ഒപ്പം കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഉണ്ടായിരുന്ന ഒരു പരാമർശമുണ്ട്. ഈ ലൈംഗിക അധിക്ഷേപവുമായി ബന്ധപ്പെട്ട് ഒരു KCB എഞ്ചിനീയർ അദ്ദേഹത്തിന് ജാമ്യം വേണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ച ഘട്ടത്തിലാണ് കോടതി പറഞ്ഞത് ലൈംഗിക അല്ലെങ്കിൽ സ്ത്രീകളുടെ ശരീരം വർണ്ണിക്കുന്ന ഏത് തരത്തിലാണെങ്കിലും അതിൽ ലൈംഗിക സ്വഭാവമുള്ളതാണ്, അതുകൊണ്ട് ജാമ്യം അനുവദിക്കാനാവില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പറഞ്ഞിരുന്നു. ആ സ്റ്റേറ്റ്മെന്റ് അടക്കം ഉയർത്തിക്കാട്ടിയാണ് പ്രോസിക്യൂഷൻ ഇന്ന് ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യത്തെ എതിർത്തത്. അങ്ങനെ ശക്തമായ വാദം പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് ഇന്ന് ഉണ്ടായി. തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നു. ആവർത്തിച്ച് ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം നൽകരുതെന്നുള്ള കാര്യം പ്രോസിക്യൂഷൻ പറയുകയും ചെയ്തിരുന്നു. പ്രതിഭാഗമാകട്ടെ ഇതെല്ലാം, അതായത് ഈ കേസ് ഒന്നാകെ കാര്യമായി നിലനിൽക്കുന്നതല്ല, ഇതിൽ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ മാത്രമാണുള്ള, അറസ്റ്റ് പോലും വേണ്ട എന്നുള്ളതാണ് പ്രതിഭാഗം ഉന്നയിച്ചത്. അതായത് അറസ്റ്റിന്റെ പോലും സാഹചര്യം ഇല്ലാത്തൊരു വകുപ്പാണ്, അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കാമെന്ന് പറഞ്ഞു. മൊബൈൽ ഫോൺ അടക്കം ബോബി ചെമ്മണ്ണൂരിനെ പിടിച്ചെടുക്കുകയും ചെയ്തു. പിന്നെ എങ്ങനെയാണ് ഈ കേസ് ബോബി ചെമ്മണ്ണൂർ അട്ടിമറിക്കുക എന്ന് പ്രോസിക്യൂഷൻ പറയുന്നത് എന്ന് ഗുരുതരമായൊരു ചോദ്യം പ്രതിഭാഗം ഉന്നയിച്ചിരുന്നു. അതിനെല്ലാം മറുപടി പ്രോസിക്യൂഷൻ കൃത്യമായി നൽകുകയും ചെയ്തു. കാരണം ഈ കേസ് ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ഇയാളുടെ കസ്റ്റോഡിയൽ ഇന്ററോഗേഷൻ അടക്കം ആവശ്യമുണ്ട്. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ ജാമ്യം നൽകിയാൽ അത് വലിയ പ്രതിസന്ധി കേസിന്റെ മുന്നോട്ട് പോക്കിനെ അടക്കം ബാധിക്കും. ഈ സാക്ഷികളുടെ മൊഴിയടക്കം എടുക്കാനുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ സാക്ഷികളെ സ്വാധീനിക്കാൻ ബോബി ചെമ്മണ്ണൂർ ശ്രമിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉന്നയിച്ചാണ് പ്രോസിക്യൂഷനെതിരെ ചേർത്തത്. പോലീസ് വലിയ ആത്മവിശ്വാസത്തിലാണ്. അതായത് ജാമ്യം ലഭ്യമാകില്ല, കസ്റ്റോഡിയൽ ഇന്ററോഗേഷൻ അടക്കമുള്ള നടപടിയിലേക്ക് പോകാനാകും എന്ന പ്രതീക്ഷ തുടക്കം മുതൽ തന്നെ പോലീസ് പങ്കുവെക്കുന്നുണ്ട്. ആ പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഇതിൽ ഏറ്റവും നിർണായകമായ ഒരു നടപടിയാണ് നിലവിൽ ജഡ്ജിയുടെ ചേംബറിൽ പുരോഗമിക്കുന്നത്.